മധ്യപൂർവേഷ്യയിൽ നിന്നുള്ള 6000-ഓളം ഒട്ടകങ്ങൾ പങ്കെടുക്കുന്ന ഒട്ടക മത്സരത്തിന് ഖത്തർ ഒരുങ്ങി. ലക്ഷക്കണക്കിന് റിയാൽ സമ്മാനത്തുക നൽകുന്ന മത്സരമാണ് ഖത്തറിലേത്. ഷെയ്ഖുമാരുടെ മത്സരമായി പൊതുവെ അറിയപ്പെടുന്ന ഒട്ടകോട്ട മത്സരത്തിൽ പങ്കെടുക്കാൻ മറ്റ് അറബ് രാഷ്ട്രങ്ങളിൽ നിന്നടക്കം ആയിരക്കണക്കിന് പേരാണ് ഖത്തർ ഷഹാനിയയിൽ തമ്പടിച്ചിട്ടുള്ളത്. ഷെയ്ഖ് അഹമ്മദ് ബിൻ ജാസിം ബിൻ ഫൈസൽ അൽത്താനിയുടെ ഉടമസ്ഥതയിലുള്ള ഷഹാനിയ ക്യാമൽ റേസ് ട്രാക്കിനടുത്തായി ഏകദേശം 6000-ഓളം ഒട്ടകങ്ങൾ ക്യാമ്പ് ചെയ്തു കഴിഞ്ഞു. മാർച്ച് മാസത്തിൽ നടക്കുന്ന പ്രധാന മത്സരത്തിന് മുന്നോടിയായുള്ള പ്രാഥമിക മത്സരങ്ങൾ ആരംഭിച്ചതോടെ ഇനിയുള്ള നാളുകൾ തീപാറുന്ന പോരാട്ടത്തിൻ്റെതാണ്. ദീർഘനാളത്തെ പരിശീലനത്തിന് ശേഷമാണ് ഒട്ടകങ്ങൾ ട്രാക്കിലിറങ്ങുന്നത്. മുൻകാലങ്ങളിൽ 4 വയസ്സുവരെ പ്രായമുള്ള കുട്ടികളെയാണ് ഒട്ടകങ്ങളെ നിയന്ത്രിക്കാൻ ഉപയോഗപ്പെടുത്തിയിരുന്നത്. എന്നാൽ മനുഷ്യാവകാശ പ്രവർത്തകരുടെ ഇടപെടലിനെ തുടർന്ന് ഖത്തർ ഗവൺമെന്റ് തന്നെ മുൻകൈയെടുത്ത് 2004-ൽ കുട്ടികളെ ഉപയോഗിക്കുന്നത് നിയമം മൂലം നിരോധിച്ചിരുന്നു. ഇപ്പോൾ റിമോട്ട് ഉപയോഗിച്ച് നിയന്ത്രിക്കുന്ന പ്രത്യേക റോബോട്ടുകൾ ഉപയോഗിച്ചാണ് ഒട്ടകങ്ങളെ നിയന്ത്രിക്കുന്നത്. $5 മുതൽ $500 വരെയാണ് ഇത്തരം റോബോട്ടുകളുടെ വില. കോഴിക്കോട് എളേറ്റിൽ സ്വദേശിയായ ബഷീറിന്റെ ഉടമസ്ഥതയിലുള്ള V1 ഗ്രൂപ്പാണ് ഇത്തരം റോബോട്ടുകളെ പ്രധാനമായും ഖത്തറിൽ വിപണനം ചെയ്യുന്നത്. വളരെ ചെലവേറിയ മത്സരങ്ങളിലൊന്നാണ് ഒട്ടക മത്സരം. മികച്ച ഒട്ടകത്തെ കിട്ടണമെങ്കിൽ 1 മില്യൺ ഖത്തർ റിയാൽ വരെ കൊടുക്കേണ്ടി വരും. ഇവയുടെ ഭക്ഷണത്തിനും താമസത്തിനുമായും നല്ലൊരു തുകയാണ് ഉടമകൾ ചെലവഴിക്കുന്നത്. മത്സരത്തിൽ വിജയിക്കുന്ന ഒട്ടകങ്ങളെ എത്ര ലക്ഷം റിയാൽ കൊടുത്തും സ്വന്തമാക്കാൻ അറബികൾ തയ്യാറാണ്. ഈ മോഹവിലയറിഞ്ഞാണ് പലരും ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ഇവിടെ എത്തുന്നത്. ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന കലാശ പോരാട്ടത്തിൽ വിജയിക്കുന്ന ഒട്ടകത്തിന്റെ ഉടമയെ തേടിയെത്തുക ഖത്തർ അമീർ സമ്മാനിക്കുന്ന സ്വർണ്ണ വാൾ ഉൾപ്പെടെ കണ്ണഞ്ചിപ്പിക്കുന്ന സമ്മാനങ്ങളാണ്. കൂടാതെ ഫെറാറി അടക്കം 1000-ഓളം ലക്ഷറി വാഹനങ്ങളും വിജയികളെയും കാണികളെയും കാത്തിരിക്കുന്നുണ്ട്. 1972-ലാണ് ഖത്തറിൽ ഒട്ടകങ്ങളുടെ ഓട്ടമത്സരം തുടങ്ങിയത്. പാരമ്പര്യമായി കിട്ടിയ ഈ കായിക ഇനത്തെ ആഡംബരത്തിന്റെയും പ്രൗഢിയുടെയും മേളയായി മാറ്റുകയാണ് ഖത്തറി സമൂഹം. വരും നാളുകളിൽ തങ്ങൾക്ക് കൂടി ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിൽ ഒട്ടക മാരത്തണിനെ മാറ്റിയെടുക്കണമെന്ന അഭ്യർത്ഥനയാണ് സംഘാടകരോട് പ്രവാസി സമൂഹം മുന്നോട്ട് വെക്കുന്നത്. ബിജോയ് കുമാർ, കൈരളി ന്യൂസ്, ഖത്തർ. കുവൈറ്റിൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർദ്ധിക്കുന്നു എന്ന പ്രചരണം വാസ്തവ വിരുദ്ധമാണെന്ന് കുവൈറ്റ് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റിലെ പൗരന്മാർക്ക് ഉതകുന്ന നിലവിലെ റേഷൻ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ലെന്ന് വില നിയന്ത്രണ ഉപഭോക്തൃ